കെ ശൈലജ ടീച്ചർക്കെതിരായ വ്യാജ പ്രചരണത്തിൽ LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകും. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെയാണ് പരാതി നൽകുകയെന്ന് കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. മേഘയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മേഘ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനു, സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ കുറേ നാളുകളായി കെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. കൈരളി തന്നെ നേരത്തെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് LDF മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അത്തരത്തിലുള്ള പ്രചാരണം പല കോണുകളിൽ നിന്നായി നടത്തുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം എന്നത് താൻ MLA ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല എന്നും ടീച്ചർ പറയുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പല പ്രചാരണം UDF അനുഭാവികളുടെ ഭാഗത്തു നിന്നും മറ്റ് വ്യാജ ഐഡികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും നടത്തുന്നു. ഈ കോവിഡ് കാലത്തുൾപ്പെടെ ടീച്ചർ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഒരു കേരളത്തെ അതിജീവനത്തിന്റെ കൈപിടിച്ച് ഉയർത്തിയ ടീച്ചർ കൂടിയാണ്. അതിനെ പലതരങ്ങളിലും നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് നിറച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആളുകൾ വ്യാജ പ്രചാരണം നടത്തുന്നത്. ഇതിനെതിരെയാണ് മണ്ഡലം കമ്മിറ്റി നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ തന്നെ കൃത്യമായി അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ടീച്ചറുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് പല ഫേക്ക് ഐഡികളിൽ നിന്നുള്ള വ്യാജ പ്രചാരണം. ഇതിനെതിരെ ഉൾപ്പെടെ ശക്തമായ ഭാഷയിൽ തന്നെ ടീച്ചർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള പ്രചാരണം ഈ അടുത്ത കാലത്ത് ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണം ഉയർന്നു വന്നത്. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ വ്യക്തമായി അറിയാം ശൈലജ ടീച്ചർ എന്താണ്, ശൈലജ ടീച്ചർ എന്തൊക്കെ പ്രവർത്തന മന്ത്രിയായിരുന്നപ്പോൾ കാഴ്ചവെച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കറിയാമെന്ന പ്രതികരണം കൂടിയാണ് ടീച്ചർ നടത്തുന്നത്. ഏതായാലും മണ്ഡലം കമ്മിറ്റിയാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ശരി, ഇപ്പോൾ ശൈലജ ടീച്ചറുടെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ മന്ത്രിയായപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകയായപ്പോഴും ഒക്കെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിരവധി തരത്തിലുള്ള അധിക്ഷേപങ്ങളും കള്ളപ്രചരണങ്ങളും കേട്ടാൽ അറക്കുന്ന ഭാഷയിലുള്ള പ്രയോഗങ്ങളുമൊക്കെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നടത്തുക എന്നുള്ളത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനെതിരെ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി തയ്യാറാകുന്നുണ്ട്. കെ ശൈലജ ടീച്ചർക്കെതിരായ വ്യാജ പ്രചരണത്തിൽ LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകും. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെയാണ് പരാതി നൽകുകയെന്ന് ശൈലജ ടീച്ചർ വ്യക്തമാക്കി. ശൈലജ ടീച്ചറുടെ വാക്കുകളാണ് കേട്ടത്. മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.